പലപ്പോഴും സത്യത്തിന്റെ മുഖം വളരെ വികൃതമായിരിക്കും നമ്മൾ കേൾക്കാറുണ്ട്. അതുപോലെ ചില ഡോക്ടർമാർ രോഗിയുടെ മുഖത്ത് നോക്കിയിട്ട് സത്യം തുറന്നു പറയുമ്പോൾ ആ രോഗിക്ക് അത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. ഡോക്ടർ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് നിനക്കൊരു കുഴപ്പമില്ല, ടെസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെയല്ലേ. പലപ്പോഴും സ്കൂൾ കുട്ടികളോട് ടീച്ചർമാർ പറയുന്നത് എനിക്ക് ഓർമ്മ വരാം. എല്ലാ പരീക്ഷയും തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിനോട് ടീച്ചർ സ്ഥിരമായിട്ട് പറയാം, അത് കുഴപ്പമില്ല മോനെ, ഇങ്ങനെ പോട്ടെ എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് ആ സമയത്ത് ഒരു ആശ്വാസം കിട്ടും. പക്ഷെ വേറെ ടീച്ചർ പറയാണ്, മോനെ ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നീ കാര്യമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, കാര്യമായിട്ട് നിന്റെ ജീവിതത്തിൽ പഠിത്തത്തിൽ മാറ്റങ്ങൾ വരുത്തണം. ഈ രണ്ടാമത്തെ ടീച്ചർ പറയുന്ന കേൾക്കുന്ന കുട്ടിയായിരിക്കും പലപ്പോഴും ജീവിതത്തിൽ മുന്നിലെത്തുക. ഞാനിത് പറയാൻ കാരണം ഹാർട്ട് സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുകയില്ല. എന്നാലും ഇന്നത്തെ വീഡിയോ കേൾക്കാൻ സുഖം കിട്ടാൻ വേണ്ടിയിട്ടല്ല, സ്വന്തം ഹാർട്ട് രക്ഷപ്പെടണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ്. ആളുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒന്നാമത്തെ കാര്യം, എനിക്കൊരു ലക്ഷണമില്ല, ഒരു ബുദ്ധിമുട്ടില്ല, ഈ പ്രായത്തിലും എന്തും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇതുവരെ ഒരു ഡോക്ടറെ അടുത്ത് പോലും പോകേണ്ടി വന്നിട്ടില്ല, അതുകൊണ്ട് എൻ്റെ ഹാർട്ട് സേഫാണ്. നിങ്ങൾക്കറിയോ, ഹാർട്ടിൽ 90% ബ്ലോക്ക് ഉള്ളവർക്ക് പോലും ഒരു ലക്ഷണം പോലും പുറത്തേക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഇതിന്റെ ഒരു കാരണം ഹൃദ്രോഗം വളരെ സമയമെടുത്തിട്ട് വരുന്നത് കൊണ്ട് അവരുടെ ഹൃദയം അതിനനുസരിച്ച് അഡ്ജസ്റ്റഡ് ആയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള പല ആളുകളുടെയും ആദ്യത്തെ ലക്ഷണം കുഴഞ്ഞു വീണുള്ള മരണമായിരിക്കും. അതുകൊണ്ട് 40 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, പ്രത്യേകിച്ച് ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ പാരമ്പര്യമോ പുകവലിയോ ഉണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിന് പകരം ഇടയ്ക്കെങ്കിലും ഒരു ഡോക്ടറെ കാണിക്കുക, വേണ്ട ചെക്കപ്പുകൾ ചെയ്യാൻ മടിക്കാതിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, പല ആളുകളും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, എക്സർസൈസും ഡയറ്റും ചെയ്താൽ മാത്രം മതി ഹാർട്ട് സംരക്ഷിക്കാൻ, എനിക്ക് മരുന്ന് വേണ്ട. മരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കീഴടങ്ങൽ പോലെയാണ്, ഒരു തോൽവി പോലെയാണ് പലരുടെയും വിചാരം. അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ ഉണ്ടെങ്കിലും BP ബോർഡർ ലൈൻ ആണെങ്കിലും മരുന്ന് കഴിക്കുകയില്ല, ഷുഗറിന്റെ തുടക്കമാണെങ്കിലും മരുന്ന് കഴിക്കില്ല. നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, എക്സർസൈസും ഭക്ഷണത്തിലെ ചിട്ടകളും ഒരു വീടിന്റെ അടിത്തറ പോലെയാണ്. ആ അടിത്തറക്ക് മുകളിൽ ഒരു വീട് വേണം. അതുപോലെ ഈ അടിത്തറക്ക് മുകളിൽ ചിലപ്പോൾ നമ്മൾ എക്സ്ട്രാ ആയിട്ട് മരുന്ന് കഴിക്കേണ്ടി വരും. മരുന്നുകളുടെ ഏറ്റവും വലിയ മെച്ചം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ആ മരുന്ന് അതിന്റെ ജോലി നിർവഹിച്ചുകൊണ്ടിരിക്കും. സ്റ്റാറ്റിൻ ഗുളികകൾ കഴിച്ചാൽ അത് അറ്റാക്ക് തടഞ്ഞിരിക്കും, BPയുടെ മരുന്നുകൾ കഴിച്ചാൽ അത് സ്ട്രോക്ക് തടയും. അതുകൊണ്ട് ഒരു ഡോക്ടറുകളോട് മരുന്ന് കഴിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അതിനൊരു മടി കാണിക്കരുത്, അത് പിന്നീട് ഇരട്ടിപ്പണിയും. മൂന്നാമത്തത്, പല ആളുകളുടെയും ശരീരം ഭയങ്കര ഫിറ്റ് ആയിരിക്കും, നല്ല മെലിഞ്ഞിട്ടുമായിരിക്കും ചിലർ. അങ്ങനെയുള്ളവർക്ക് തന്നെ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത പലപ്പോഴും ഉണ്ട്. മെറ്റബോളിക്കലി അൺഹെൽത്തി ആയിട്ടുള്ള ആളുകളാണ് മെലിഞ്ഞ പല ആളുകളും. BPയോ കൊളസ്ട്രോളോ പുകവലിയോ ഹൃദ്രോഗ പാരമ്പര്യമൊക്കെ അവർക്ക് ഉണ്ടാവാം, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാം, ശരീരത്തിൽ ക്രോണിക് ഇൻഫ്ലമേഷൻ ഉണ്ടാവാം. ഫിറ്റായ ശരീരം എന്ന് പറയുന്നത് ഹാർട്ട് ഫിറ്റാണ് എന്നുള്ളതിന്റെ ഒരു ഗ്യാരണ്ടിയേ അല്ല. എത്രയോ അത്ലറ്റുകളും ഫുട്ബോൾ കളിക്കാരും ഹൃദ്രോഗവും സഡൻ ഡെത്തും വന്നിട്ട് അപകടത്തിൽപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഫിറ്റായ ആളുകളാണെങ്കിൽ പോലും ആവശ്യ സമയത്ത് ഹാർട്ട് ടെസ്റ്റ് ചെയ്യാൻ മടിക്കരുത്. നാലാമത്തത് നമ്മുടെ പാരമ്പര്യം സംബന്ധിച്ചിട്ടാണ്. പാരമ്പര്യമായി നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഹൃദ്രോഗം ഉണ്ടെങ്കിൽ നമുക്കത് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചേ മതിയാവും. അങ്ങനെയുള്ളവർ എളുപ്പത്തിൽ തന്നെ സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്യണം, അതല്ലെങ്കിൽ വളരെ അഗ്രസീവായിട്ട് BP കുറക്കണം, കൊളസ്ട്രോൾ കുറക്കണം. ചില ആളുകളെങ്കിലും പ്രത്യേക ടെസ്റ്റുകൾ ചെയ്യണം. ഇതിനൊരു മറുവശമുണ്ട്. പാരമ്പര്യമായിട്ട് നമുക്ക് ഹൃദ്രോഗം ഉണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് വരുന്ന ഒരിക്കലും നമ്മൾ ഉറപ്പിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ പാരമ്പര്യ ഹൃദ്രോഗം വരെ നമുക്കൊരു പരിധിവരെ തടയാൻ സാധിക്കും. അഞ്ചാമത്തെ കാര്യം, നിങ്ങൾക്ക് ഹൃദ്രോഗമോ ഹാർട്ട് അറ്റാക്കോ വന്നിട്ടുണ്ടെങ്കിൽ 90% കേസിലും ഞാൻ പറയാണ് നിങ്ങൾക്കത് തടയാമായിരുന്നു. ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹൃദ്രോഗം ഉണ്ടാക്കുന്ന പല കാരണങ്ങളും നമ്മുടെ കൺട്രോളിലുള്ളതാണ്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, പുകവലി, അമിതവണ്ണം, ഇൻസുലിൻ റെസിസ്റ്റൻസ്, ടെൻഷൻ, ഉറക്കമില്ലായ്മ, ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ തടയാമായിരുന്നു.